ശ്രദ്ധിച്ചോളൂ. അപ്പം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം മുൻകൂട്ടി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. സംടൈംസ് എ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ റിലേറ്റഡ് ടു ദ ഫ്യൂച്ചർ പീരീഡ്. നമുക്കറിയാം ചില ഇൻകം അടുത്ത വർഷത്തെ നമ്മൾ ഈ വർഷം വാങ്ങിച്ചു പോകും. വെച്ചാൽ 2025 അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഇൻകം കൂടെ ചില കേസുകളിൽ നമ്മൾ വാങ്ങി വെക്കും, അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കാമെന്നാണ് പറയുന്നത്. സച്ച് പോർഷൻ ഓഫ് ഇൻകം വിച്ച് ബിലോങ്സ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത വർഷത്തെ ഇൻകം കൂടെ ഈ വർഷം വാങ്ങിച്ച് വെച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അല്ലെങ്കിൽ ഇതിനെ വേറെ പേരിൽ അറിയപ്പെടുന്നത് അൺഎക്സ്പെയർഡ് ഇൻകം. അൺഎക്സ്പെയർഡ് ഇൻകം ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് എന്ത് വരുന്നത്, ഇൻകം മുൻകൂട്ടി വായിച്ച ഇൻകം കൂട്ടണോ കുറയ്ക്കണോ? നമ്മൾ 2025 അക്കൗണ്ട്സ് ഇൻകം 2025 ഇൻകം നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുകയാണ്. 2026 ഇൻകം നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ അത്രയും കൂടെ ഇൻകം നമ്മുടെ ഇൻകം സൈഡിൽ കൂടും. അപ്പോൾ ഇൻകം സൈഡിൽ അത്രയും കൂടാൻ പാടില്ല. അതാത് വർഷത്തെ ഇൻകം എക്സ്പെൻസ് എഴുതണം നമ്മുടെ അക്കൗണ്ടിൽ പ്രിൻസിപ്പിൾ തന്നെ. അപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടണോ കുറയ്ക്കണോ? ഇൻകം കുറയ്ക്കണം. ഇൻകത്തിന് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് എൻട്രി ഉണ്ടോ? ഓക്കെ. ബൈ ദിസ് എൻട്രി ദ ഇൻകം അക്കൗണ്ട് ഈസ് ബ്രോട്ട് ഡൗൺ ടു ദ എമൗണ്ട് ആക്ച്വലി ഏൺഡ് ഡ്യൂറിങ് ദി ഇയർ. കണ്ടോ? ഇപ്പോൾ എൻട്രി നോക്കുമ്പോൾ നമുക്കറിയാം ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇൻകത്തിന് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ എൻട്രിയിൽ. ദ എമൗണ്ട് ആക്ച്വലി ഏൺഡ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻകത്തിൻ്റെ സൈഡിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റീസിയുടെ ബാലൻസ്. കേട്ടോ, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ക്രെഡിറ്റ് വെച്ചിരിക്കുകയല്ലേ, ഇൻകത്തിന് ഡെബിറ്റ് ചെയ്ത് ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇൻകത്തിന് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ നമ്മൾ ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് കുറയാൻ വേണ്ടി ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകം റിസീവ്ഡ് അഡ്വാൻസിനെ ക്രെഡിറ്റ് ഉള്ള നമുക്കറിയാം ഇൻകമോ ലൈബിലിറ്റി ആണെങ്കിലും ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ഇൻകം ആണോ ലൈബിലിറ്റി ആണോ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലൈബിലിറ്റിയാണ്. കാരണം ഇൻകം വരുമാനം നമ്മൾ മുന്നേ വാങ്ങിച്ചു വെച്ചാൽ ലൈബിലിറ്റിയാണ്. എക്സാമ്പിൾ നോക്കി, കമ്മീഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ എമൗണ്ട് ₹3,000. 1/3 ഓഫ് ദ എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് ടു ബി റെൻഡഡ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ 3000 ഈ വർഷം ഇൻകം കിട്ടി, അതിലെ 1/3 പാർട്ട് അടുത്ത വർഷത്തെയാണ്. ഓക്കെ എന്നല്ലോ. അപ്പോൾ നമുക്കറിയാം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ചെയ്തേക്കുന്നല്ലോ. 3,000 × 1/3 1,000 നമുക്ക് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എൻട്രി ഉണ്ടോ? കമ്മീഷൻ അക്കൗണ്ട് അറ്റ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ കമ്മീഷൻ നമുക്ക് ഇൻകം ആണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് അത് കുറയാൻ വേണ്ടി ഡെബിറ്റ് കൊടുത്തു. കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈബിലിറ്റി ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. കണ്ടോ അത് ചെയ്തേക്കുന്നുണ്ടോ? പി ആൻഡ് അക്കൗണ്ടിൽ കമ്മീഷൻ 3,000 ഇന്നറിൽ എഴുതി, അതിൽ ലെസ് റിസീവ്ഡ് അഡ്വാൻസ് 1,000 കുറച്ച് ഔട്ടറിൽ ഇട്ടു. ഓക്കെ ആണോ? പിന്നെ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ കണ്ടോ കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ് 1,000 ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ശരി. പ്രോബ്ലം നോക്കി. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 30th June 2014 അതിൻ്റെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് ഫോളോയിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടോട്ടൽ 50,500 അല്ലേ? ഓക്കെ. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടണം. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓക്കെ ആണല്ലോ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി, പ്രീപെയ്ഡ്, സ്റ്റോക്ക്. ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st December 30th June ആണ് 2014. ഫസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 2000 ഉണ്ടല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എടുത്തു, 2000 എമൗണ്ട് കൊടുത്തു അല്ലേ? വേണ്ട 1/7/2013 ലാസ്റ്റ് ആയിട്ടോട് കിടക്കുന്നു സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് 2000 അല്ലേ? അത് കഴിഞ്ഞ് പർച്ചേസസ് ആണ് 20,000 ഉണ്ടോ എടുത്തേക്കുന്നത്? പർച്ചേസസ് 20,000 എടുത്തു. അതിനകത്ത് റിട്ടേൺസ് ഉണ്ട് കണ്ടോ? അപ്പോൾ റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺസ് നമ്മൾ എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ എത്ര റിട്ടേൺസ് ഉള്ളത്? 4,000 രൂപ. ഓക്കെ. അപ്പോൾ റിട്ടേൺ ഇൻവേഡ് 4,000 ആണോ? 700 രൂപയല്ലേ പർച്ചേസിന് റിട്ടേൺസ്? റിട്ടേൺസ് ഇൻവേഡ് ആൻഡ് ഔട്ട് വേഡ് നമ്മൾ കിടക്കുന്നത് 500 700 അല്ലേ കിടക്കുന്നത്? റിട്ടേൺസ് ഇൻവേഡ്സ് ആൻഡ് ഔട്ട് വേഡ് കിടക്കുന്നതായിട്ടുണ്ടോ? അപ്പോൾ പർച്ചേസിന് വിറ്റ് ബാലൻസ് അല്ലേ? റിട്ടേൺ ക്രെഡിറ്റ് കിടക്കുന്നുണ്ട് എടുക്കേ. ഇപ്പോൾ 700 രൂപ. അപ്പോൾ അത് കുറച്ചു 20,700 കുറച്ച് 19,300 ഔട്ടറി വരും. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നത്? നമ്മൾ നോക്കുന്നു. വേജസ് ഉണ്ടല്ലോ, വേജസിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ വേജസ് ഇന്നറിൽ എഴുതി അല്ലേ? അപ്പോൾ വേജസ് ഇന്നറിൽ എഴുതിയിട്ട് 1,000 കൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുമല്ലേ? അപ്പോൾ 400 ആഡ് ചെയ്തു 1,600 ഔട്ടറി വന്നു. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് എക്സ്പെൻസുകൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫാക്ടറി എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? ഓക്കെ. ഫാക്ടറി എക്സ്പെൻസ് എടുത്തു. പിന്നെ അടുത്ത് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ഇത്രയും കാര്യങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളൂ. ക്രെഡിറ്റ് സൈഡ് സെയിൽസ് എടുത്തു 30,000. ഓക്കെ ഓക്കെ എടുത്തു. അതിന് റിട്ടേൺസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ 500 അല്ലേ? 500 കുറച്ച് 29,500. ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ക്ലോസ് സ്റ്റോക്ക് തന്നേക്കുന്നത്? 4,700 എടുത്തു. ഓക്കെ. അപ്പോൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ 9,300 അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് പ്രോഡക്റ്റ് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ സാലറി ഉണ്ടെങ്കിൽ എടുക്കാം. ഫസ്റ്റ് ഐറ്റമായിട്ട് സാലറി ഉണ്ടല്ലോ ഇവിടെ. സാലറി 900 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? പ്രീപെയ്ഡാണ്. അപ്പോൾ ആഡ് ചെയ്യുമോ ചെയ്യോ? പ്രീപെയ്ഡ്. അപ്പോൾ കൂട്ടുകയോ കുറയ്ക്കോ? കുറയ്ക്കുകയാണ്. അപ്പോൾ കുറയ്ക്കോ പ്രീപെയ്ഡ്? കാരണം പെയ്ഡ് മുന്നേ എന്നുള്ളതാണ്. അപ്പോൾ അത് ലെസ് ചെയ്യണേ. അപ്പോൾ 900 നിന്ന് 200 ലെസ് ചെയ്ത് 700.
ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ നോക്കുന്നു ക്യാപിറ്റൽ, പർച്ചേസ്, വേജസ്, സെയിൽസ്, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ്, ഫാക്ടറി, കമ്മീഷൻ. കഴിച്ചതല്ലേ? കമ്മീഷൻ അഡ്ജസ്റ്റൻ ഉണ്ടല്ലോ. അപ്പോൾ കമ്മീഷൻ കഴിച്ചല്ലേ 3800. അഡ്ജസ്റ്റൻ ഉണ്ടോ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആ കമ്മീഷൻ. കണ്ടോ? കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ കൂട്ടുവാണോ കുറയ്ക്കുവാണോ? കുറയ്ക്കണം. അപ്പോൾ 800 കുറച്ചേക്കുന്നുണ്ടോ? കമ്മീഷനിൽ നിന്ന് 800 കുറച്ച് 3000 ഔട്ടറി വരും. അടുത്തായിട്ട് നോക്കിക്കേ, സാലറീസ് എടുത്തതാണ് നമ്മൾ. ക്യാരേജ് ഔട്ട് എടുക്കണം അല്ലേ? ക്യാരേജ് ഔട്ട് എടുത്താൽ 300. PNL അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരേജ് ഔട്ട് 300 ഇട്ട് കൊടുത്തു. 300 കൊടുത്തു. അടുത്ത് നോക്കിക്കേ, റെൻറ്റ് ക്രെഡിറ്റ് സൈഡിലാണോ ഡെബിറ്റ് സൈഡിലാണോ? റെൻറ്റ് ഡെബിറ്റ് സൈഡിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ റെൻറ്റ് ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതണേ. അപ്പോൾ റെൻറ്റ് ഡെബിറ്റ് സൈഡ് അല്ല, ക്രെഡിറ്റ് സൈഡാണ് റെൻറ്റ് കേട്ടോ. 1200 ക്രെഡിറ്റ് സൈഡില്ല, 1200. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസാ. കൂട്ടുമോ കുറയ്ക്കുമോ? കുറയ്ക്കണം. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് കുറയ്ക്കണം. ഓക്കെ, 1200 300 കുറച്ച് 900 ഔട്ടർ വരെ. ഓക്കെ, അടുത്തായിട്ട് നോക്കിക്കേ, ക്യാഷ് വേണ്ട, ബാങ്ക് വേണ്ട, റിപ്പേഴ്സ് ഉണ്ട്. റിപ്പേഴ്സ് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ നമ്മൾ PNL അക്കൗണ്ട് വിസിറ്റ് കൊണ്ട് റിപ്പേഴ്സ് ഇട്ടേക്കുന്ന 500 കണ്ടോ. ബിൽഡിംഗ് വേണ്ട, റിട്ടേൺസ് വേണ്ട, ഡെപ്റ്റേഴ്സ് വേണ്ട, ബിൽസ് റിസീവ്, ബിൽസ് പേയബിൾ, ടെലിഫോൺ ചാർജ്, സ്റ്റോക്ക്. വേറെ ഐറ്റംസ് ഒന്നും എടുക്കാനില്ല. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് 13,200 കിട്ടും. ടെലിഫോൺ വരും 100. അത്രയും കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് 13,200 ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 11,600 നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതായത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 2014. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ട്രയൽ ബാലൻസിൽ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ എഴുതി. ക്യാപിറ്റൽ 10,000, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് 11,600. ഡ്രോയിങ്സ് ഇല്ല, 21,600 ഔട്ടറിൽ ഇട്ടു. ഓക്കെ, അടുത്ത് നമ്മൾ വീണ്ടും ട്രയൽ ബാലൻസ് തന്നെ നോക്കുന്നു. പർച്ചേസ് വേണ്ട, വേസ് വേണ്ട, സെയിൽസ് വേണ്ട, ഡ്യൂട്ടി, ഫാക്ടറി, കമ്മീഷൻ, സാലറി, ക്യാരി ഔട്ടോട്, റെൻറ്റ്, ക്യാഷ് അസറ്റ് ആണ് അല്ലേ? അപ്പോൾ ക്യാഷ് അസറ്റ് സൈഡിൽ എഴുതണം. എഴുതിയിട്ടുണ്ടല്ലോ, എഴുതി. ക്യാഷ് ഇൻ ഹാൻഡ് 1000. അടുത്ത ബാങ്ക് അല്ലേ? അപ്പോൾ ബാങ്ക് എത്ര? 1,400 അസറ്റ് സൈഡിൽ എഴുതി. ബാങ്ക് അല്ല, ബാങ്ക് എന്ന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. റിപ്പേഴ്സ് വേണ്ട. ബിൽഡിംഗ് അസറ്റ് അല്ലേ? 16,000 രൂപ. അപ്പോൾ ബിൽഡിംഗ് വേണ്ട, അസറ്റ് സൈഡിൽ ഇട്ടേക്കുന്നുണ്ടോ 16,000 രൂപ ലാസ്റ്റ് ഐറ്റമായിട്ട്. ഓക്കെ, അടുത്ത് നോക്കി വേണ്ട. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ് അല്ലേ? 500. ക്രെഡിറ്റേഴ്സ് 4,000. അപ്പോൾ ഡെപ്റ്റേഴ്സ് കണ്ടോ? സൺഡി ഡെപ്റ്റേഴ്സ് 4,500. സൺഡി ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? 4,000 ക്രെഡിറ്റ് സൈഡ് ലൈഫ് സൈഡ് ഇട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കി ബിൽസ് റിസീവബിൾ അസറ്റ് ആണ് അല്ലേ? അപ്പോൾ ബിൽസ് റിസീവബിൾ ഉണ്ട്, അസറ്റ് സൈഡിൽ ഇട്ടേക്കുന്നുണ്ടോ? ബിൽസ് റിസീവബിൾ 600. അടുത്ത് നോക്കിയാൽ ബിൽസ് പേയബിൾ ഉണ്ട്. എത്രയാണ്? ബിൽസ് പേയബിൾ ലൈബിലിറ്റി അല്ലേ? അപ്പോൾ ബിൽസ് പേയബിൾ ലൈബിലിറ്റി ഉണ്ടോ? 800 ഇട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത ടെലിഫോൺസ് വേണ്ട, സ്റ്റോക്ക് വേണ്ട. ക്ലോസ് നോക്കിയാൽ കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ്. കമ്മീഷൻ നമുക്ക് ഇൻകം അല്ലേ? ഇൻകം മുൻകൂട്ടി വാങ്ങിക്കുക ലൈബിലിറ്റിയാണോ? ലൈബിലിറ്റി. അപ്പോൾ ലൈബിലിറ്റി സെയിൽ ഉണ്ടോ നോക്കിക്കുക. 800 രൂപ. കമ്മീഷൻ റിസീവ്ഡ് അഡ്വാൻസ് ലൈബിലിറ്റി സെയിൽ ഉണ്ടോ? 800 ഉണ്ടല്ലോ. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് വരെ കൊടുത്തിട്ട് അവിടെ കമ്മീഷൻ 800 എടുത്തിട്ടുണ്ട് താഴെ. അടുത്ത റെന്റ് റിസീവ്ഡ് അഡ്വാൻസ്. റെന്റ് എന്താ? ഇൻകം അല്ലേ? ഇൻകം മുൻകൂട്ടി വാങ്ങിച്ചു അവിടെയും. അപ്പോൾ എന്താ? അസറ്റ് എന്ന ലൈബിലിറ്റി ആണോ? ലൈബിലിറ്റി. ലൈബിലിറ്റിയിൽ കണ്ടോ കിടക്കുന്നത് 300 രൂപ. ഓക്കെ, അടുത്ത് നോക്കിയാൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. വേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കാനുണ്ടെന്നാ. എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അസറ്റ് എന്ന ലൈബിലിറ്റി ആണോ? എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ലൈബിലിറ്റിയിൽ എഴുതിക്കുന്നുണ്ടോ? വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 400 രൂപ. അടുത്ത സാലറി പ്രീപെയ്ഡാ. അപ്പോൾ എക്സ്പെൻസ് മുന്നേ കൊടുത്തുന്നോ? അസറ്റ് എന്ന ലൈബിലിറ്റി ആണോ? അസറ്റ് ഉണ്ടോ? പ്രീപെയ്ഡ് സാലറി 200 ഇട്ടേക്കുന്നുണ്ടോ? ഓക്കെ, അടുത്തുണ്ടോ? സ്റ്റോക്ക്. ക്ലോസ് സ്റ്റോക്ക് അല്ലേ? അസറ്റ് അല്ലേ? അപ്പോൾ കണ്ടോ ക്ലോസ് സ്റ്റോക്ക് 4,200. ഇത്രയും ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് 27,900 നമുക്ക് ടാലി ചെയ്യാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ചെയ്യാമല്ലോ? ചെയ്തു.